ഹലോ ഗൈസ്, അച്ചാച്ചനെ പണിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ നമ്മുടെ വിച്ചുക്കുട്ടൻ. വിച്ചു അച്ചാച്ചനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട അച്ഛ എങ്ങനെയുണ്ട് വിച്ചുവിൻ്റെ ഹെൽപ്പിങ്? നല്ല പണിക്കാരനാണ് വിച്ചു. ഓ അച്ചാച്ചൻ ഷർട്ട് ഇട്ടിട്ടില്ലാണ് വിച്ചു. അപ്പോൾ ഇന്ന് ഈവനിങ് ഇപ്പം സമയം എത്രയാച്ചാൽ 6 മണി കഴിഞ്ഞു. അപ്പം ഇന്ന് ഈവനിങ് ഇപ്പോൾ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വിടട്ടെ, നാളെ ഈസ് മൈ ബർത്ത്ഡേ. സോ നമുക്ക് ഇന്ന് തന്നെ ഒരു വ്ളോഗ് തുടങ്ങി വയ്ക്കാം. ബാക്കി കണ്ടിന്യൂറ്റി നാളെയും ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതേ ഞാൻ അന്ന് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വേപ്പ് ചെരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മുരിങ്ങ മരത്തിലോട്ട് അച്ഛൻ വലിച്ചു കെട്ടാണ്. ഇപ്പം ഈ മരം കണ്ടോ? ഇല്ല, അച്ഛനെ കാണിക്കണില്ല. മുരിങ്ങ മരം ഫുള്ള് ഇല കൊഴിഞ്ഞ് നിൽക്കുകയാണ്. പറയേ മുരിങ്ങാക്കോല് വർഷം ഞങ്ങൾക്ക് ഇഷ്ടമാതിരി മുരിങ്ങാക്കോല് കിട്ടണതാണ് മരത്തിൽ നിന്ന്. ഈ സമയമൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഫുള്ള് ഇല കൊഴിഞ്ഞ് നിൽക്കും. ചത്ത പോലെയാണ് മരം നിൽക്കണേ, പക്ഷേ അത് കറക്റ്റാവും, സെറ്റാവും. കഴിഞ്ഞ വർഷം ഈ ടൈമിൽ ഞാൻ ഇതേപോലെ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സൗദിയിലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ പോയി കാണാം കേട്ടോ. അന്നും ഇതേപോലെ ബർത്ത്ഡേയുടെ തലേ ദിവസം, ബർത്ത്ഡേയുടെ അന്നൊക്കെ ഞാനിങ്ങനെ എന്തായിരിക്കും ഏട്ടൻ്റെ സർപ്രൈസ് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം സർപ്രൈസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. കാര്യമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണേ ഏട്ടനില്ലല്ലോ കൂടെ. എവിടെ? അപ്പു പറൂര് പോകണമെന്നാണ് പറയണത്. എന്താ? അപ്പു മാമ പറൂര് പോവാണ്. വിച്ചു നിറയെ കൊതുകായി തുടങ്ങി. ഇവിടെയാണെങ്കിൽ ഇപ്പം നല്ല മഴയാണ്. ഞാനാണെങ്കിൽ ആഗസ്റ്റ് മാസം തുടങ്ങി ഫുൾ ത്രില്ലിലായിരുന്നു. ആഗസ്റ്റ് മാസം തുടങ്ങി. അപ്പു അല്ല വിച്ചു, അപ്പു അല്ല, ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സൗണ്ട് ആയിട്ടപ്പോൾ വിച്ചു ഓടി വരികയാണ് അപ്പോൾ എന്ന് വെച്ചിട്ട്. ഭയങ്കര ത്രില്ലായിരുന്നു. ആഗസ്റ്റ് തുടങ്ങി അടിപൊളി എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ തുടക്കം തന്നെ വെള്ളപ്പൊക്കം, ഫ്ലഡായിരുന്നു. ഇപ്പം ഇന്നതേ 4-ാം തീയതി വരെ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നാളെ 5-ാം തീയതി ഇറ്റ്സ് മൈ ഡേ. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കണ്ണൻ്റെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, അമ്മൻ്റെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഗിഫ്റ്റ് ഇങ്ങനെ വിളിച്ചപ്പോ തന്നെ ലൊക്കേഷൻ ചോദിച്ചപ്പോ മനസ്സിലായി. അതും പറഞ്ഞു ആള് വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിലും അറിയാന്നൊക്കെ പറഞ്ഞു. എവിടെ നിന്ന്? അഷ്ടമിച്ചറ മാള. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ അപ്പുറത്തെ വഴിക്ക് പോയി ആദ്യം. ഇനിയിപ്പോ വന്ന വഴി ആരാ തന്നേന്ന് അറിയാലോ. ഞാൻ പറഞ്ഞ അറിയാ, എന്നെ വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി പറഞ്ഞു. പറഞ്ഞ് ആള് പറഞ്ഞിരുന്നു വിളിച്ചുകഴിഞ്ഞാ അപ്പൊ മനസ്സിലാവുമെന്ന്. കണ്ണന്റെ ഗിഫ്റ്റ് കിട്ടി. താങ്ക് യു. എനിക്ക് ഗിഫ്റ്റ് തന്നത് കേട്ടാ. ബിച്ചു എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ഗിഫ്റ്റാണ് കേട്ടാ. ബിച്ചു മമ്മിക്ക് ലവ് തന്നു. താങ്ക് യു ബിച്ചു. എന്നാ അടിച്ച എങ്ങനെയുണ്ട്? അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് തളർത്തിയാണ്. മന്തി നമുക്ക് അൽഫാമന്തിയില പോകാം. അപ്പോൾ അൽഫാമന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് ആയിട്ട് നമുക്ക് കേക്ക് ഒക്കെ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു മന്തിയൊക്കെ കഴിച്ച് താങ്ക് യു. അമ്മേ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ജനിച്ചത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അയ്യോ, നീ കഴിക്കണം, വീഡിയോ എടുക്കട്ടെ ഞാൻ. നീ പറയും എടാ നിന്റെ ചേച്ചി ജനിച്ച ദിവസത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഭയങ്കര കരച്ചിൽ. അപ്പൊ എനിക്ക് ചിരി വരണ്ട. ഞാനിപ്പോ അപ്പഴും ഒരു കുഴപ്പമില്ല. പപ്പടം നടക്കുമ്പോ ചോദിക്കുള്ളൂ.
അപ്പൊ അത് വിളിക്കാൻ സമയം കിട്ടില്ല. അമ്മു അധികം വിഷമിപ്പിച്ചില്ല. അപ്പൊ ഇറങ്ങി വന്നു. അപ്പൊ സാധാരണ റൂമിലാണ് ഞങ്ങൾ കെട്ടിയത്. എന്നിട്ട് പ്രസവിക്കുന്ന ആ ടൈമിൽ മുമ്പിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി. ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഞാൻ പ്രസവിച്ചത്. അപ്പൊ ഏതായിരുന്നു താമസിക്കുന്നത്? പ്രസവം എന്ന് പറയുന്നത് എന്നോട് ഞാൻ എനിക്ക് വെച്ചിട്ടാണ് എനിക്കറിയാം. അല്ല ഓപ്പറേഷൻ ഡെലിവറി റൂം വേറെ ഉണ്ടാവും. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മറ്റേ എക്യുപ്മെന്റ്സ് കൂടുതൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ലൈഫ്. പ്രസവ വേദനകളൊന്നും ഞാൻ ഈ PM കാണാൻ നിൽക്കണ്ട. അപ്പൊ എന്നെ സ്കെച്ചറിൽ വേണ്ട പാവം സ്കെച്ച് പോട്ടെ. അയ്യോ ഗൗണം നമ്മുടെ ഗവൺമെന്റ് അതല്ല അങ്ങനെ ഓപ്പറേറ്റിംഗ് കൊണ്ടുപോയി അവരാണ്ട് കൂടി ആ കാര്യങ്ങളൊക്കെ കാണൂലേ? ഓ ഞാൻ പ്രൈവറ്റിലാണ്ടാ ജനിച്ചേ. നീ ഗവൺമെന്റിലാണ്ടാ? ഞാൻ പ്രൈവറ്റിൽ ജനിച്ചേ. കൊച്ചിന്റെ തല ഇങ്ങനെ കൊണ്ടുള്ള സമയത്ത് അമ്മൂടെ നിങ്ങളുടെ പിഎമ്മയുടെ ചായ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചായ മീൻസ് പരാതും സ്വഭാവം. അപ്പോഴാണ് അമ്മച്ചി വിളിച്ചല്ലേ? അപ്പൊ ഞാൻ കഴിഞ്ഞില്ലേ എന്നിട്ട് ഡോക്ടർ അംഗൻവാടി അതുപോലെ പ്രസവിച്ച് കൊച്ചിനിങ്ങനെ നേഴ്സ് ഇങ്ങനെ കൊണ്ടുപോകേണ്ട. അപ്പോൾ ഡോക്ടർ ചിന്തു വെച്ചാന്ന് വെച്ചത്. അപ്പൊ ഞാൻ പെൺകൊച്ചി അതെങ്ങനെ അറിഞ്ഞു? ഡോക്ടർ പോയിട്ട് ഇതിന്റെ ഇടയിൽ കിടന്ന് അതൊക്കെ അതെങ്ങനെ കണ്ട അല്ലെ പറയണ കേട്ടാ? അതെങ്ങനെ മനസ്സിലായമ്മേ? കണ്ട് എന്റെ കഥ ഇതൊന്നും വിടരുതട്ടാ. നാളെ വീട് പ്രശ്നമുള്ള കേസല്ലേ ഇതൊക്കെ? ഒരേ അമ്മമാരുടെ ഒരേ സ്റ്റോറികളല്ലേ? എനിക്കൊന്നും പിന്നെ ഒന്നും ഓർമ്മയും കൂടി എന്തായാലും ഞാൻ പ്രൈവറ്റില്. അല്ല അത് ഓപ്പൺ ഡ്രസ്. ഞാൻ പുതിയ കഥ കേൾക്കട്ടെ. നമ്മൾ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാണ്. വെച്ചുകിട്ട കേക്ക് മുറിക്കാൻ നമുക്ക് ഇപ്പൊ കുത്തിലേട്ടാ. നമുക്ക് ആദ്യം കേക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ. കുത്തല്ലേ 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 മമ്മി പറയാം. ഇതാട്ടോ നമ്മുടെ ഏട്ടൻ സർപ്രൈസ് ആയിട്ട് നമുക്ക് കേക്കും ഇതൊക്കെ തന്നിരുന്നു. ഫ്ലവറൊക്കെ തന്നിരുന്നു. നമ്മൾ പക്ഷെ ഇതൊന്നും അറിഞ്ഞില്ല. ഇതൊക്കെ സർപ്രൈസ് ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ അത് നിങ്ങൾ ബർത്ത്ഡേ അവിടെ പറ്റില്ല. അതെല്ലാം വേറെ ഇത് എന്നെ വിളിച്ചിട്ടുമില്ല. ഞാൻ അതിനോട് പോയിട്ടുമില്ല. ആവില്ലാണ്ട് ഞാനതല്ല ഇല്ല. അമ്മ ഒരു അമ്മ വിളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇവിടുന്ന്. ഞാൻ പൊട്ടി നേരിച്ചാണ് ജാവ് കണ്ട് ചാറ്റി ഇവിടെ പൊക്കി. അച്ഛനെ കേട്ടോ വീഡിയോ